വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോന് അത്യാവശ്യം നല്ല രീതിക്ക് കുലുക്കുണ്ടാവും. കാരണം ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ട്രൈപോഡ് എടുക്കാത്തതിന്റെ കാരണം ഇവള് കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ടാ. എന്നാൽ 10 പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും അവൾ മറന്നുപോയി. നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കടയുള്ളത് എജ്യൂമാർട്ടാണ്. അപ്പോൾ എജ്യൂമാർട്ടിലേക്ക് എന്തിനാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗീവ് അവയുടെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കയറി വന്നതും സ്വർഗം ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ആദ്യം തന്നെ കയറി വരുമ്പോൾ. ഗീവ് അവേ അനൗൺസ് ചെയ്ത ടൈം മുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഓൺലൈൻ മേടിക്കണോ ഓഫ്ലൈൻ മേടിക്കണോ എന്നുള്ളത്. ഓൺലൈൻ മേടിക്കൽ നല്ല ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. കാരണം കയ്യിൽ കിട്ടുന്നവരെ ഞാൻ ഇത് എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ചെറുതാവും, ഉദ്ദേശിച്ച സാധനം അതേ രീതിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അടുത്ത ടെൻഷൻ. ഓൺലൈൻ മേടിക്കണതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാക്കിംഗ് പൊട്ടിക്കുന്ന ആ ഒരു സംഭവം മാത്രമേ എനിക്ക് ഓൺലൈൻ പർച്ചേസിംഗിൽ ഇഷ്ടമുള്ളൂ. എപ്പോൾ ഓൺലൈൻ പർച്ചേസ് നടത്തിയാലും എന്തെങ്കിലും ഒരു അൽക്കുലത്തിൻ്റെ പുറകെ ഉണ്ടാവും. അത് കാരണം ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. അത്രയ്ക്ക് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ മാത്രമാണെങ്കിലും ഞാൻ ഓൺലൈൻ നോക്കാറുള്ളൂ. ഐ ജസ്റ്റ് ഓൾവേസ് പ്രിഫർ ട്രഡീഷണൽ വേ ഓഫ് ഷോപ്പിംഗ്. കാരണം നമുക്ക് തൊട്ട് നോക്കി തലോടി നോക്കിയൊക്കെ മേടിക്കാമല്ലോ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഗീവ് അവേ വിന്നർ ഒരു ബോയ് ആയിരുന്നെങ്കിൽ ഇതേപോലുള്ള ഒരു കാറിൻ്റെ സെറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ബോയ്സിന് ആർക്കും കിട്ടിയിട്ടില്ല, ഗേൾസിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 2 ഗേൾസ് ഉള്ള ഒരു വീട്ടിലേക്കാണ് നമ്മുടെ ഈ ഗീവ് അവേ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സാധനം മേടിക്കുമ്പോഴും 2 ആയിട്ട് മേടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ 1-2 ഐറ്റംസ് നമ്മൾ വേറൊരാൾക്കും കൂടി ഗീവ് അവേ എന്നല്ല ഒരു ഗിഫ്റ്റ് പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങളും കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കണം. ഈ അനിയത്തിമാര് ചേച്ചിമാരെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എനിക്കൊരു ചേട്ടനാണ് ഉള്ളത്. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡ്രസ്സ് ഷെയർ ചെയ്യുക, അവരുടെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുക. എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക അസൂയ തോന്നാറുണ്ട്. അയ്യോ അവർക്ക് എന്തൊരു സുഖം, അവർക്ക് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ 2 പേർക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് പോവുക, ഇതേപോലെയുള്ള ഗേളിഷ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു അനിയത്തിയോ ഒരു ചേച്ചിയോ ആരെങ്കിലും വേണം എന്നൊക്കെ. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കിപ്പോൾ ഒരു അനിയത്തിയല്ല 1000 അനിയത്തിമാർ നമ്മുടെ ചാനലിൽ എനിക്ക് മെസ്സേജ് അയക്കുകയും കമൻറ്റ് ഇടുകയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും 1K ആകുമ്പോൾ ഞാൻ ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും കുറേ പേര് വന്നിട്ട് എനിക്ക് തരുമോ, എനിക്കിത് വാങ്ങിത്തരാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 1K ആകുമ്പോൾ നമുക്കൊരു ഗീവ് അവേ പോലെ ചെയ്യാം. മാത്രമല്ല ഞാൻ കമൻറ്റ് ഇട്ടവരിൽ നിന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്കും കൂടി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ടോട്ടൽ 3 പേർക്കാണ് നമ്മൾ ഫസ്റ്റ് ഗീവ് അവേ നല്ലൊരു ഗിഫ്റ്റ് പോലെ നമ്മൾ ചെയ്യും. ഓഫ്ലൈൻ സാധനങ്ങൾ മേടിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എവിടെ നിന്ന് മേടിക്കും എന്നുള്ളത്. കാരണം തൃശ്ശൂർ സിറ്റി എനിക്ക് അത്ര വലിയ പരിചയമില്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ എവിടെയാണ് കിട്ടണമെന്ന് അറിയാത്തത് കൊണ്ടും ഒരുപാട് വീഡിയോസ് ഞാൻ റെഫർ ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത സ്ഥലമാണ് ഈ എജ്യൂമാർട്ട്. ബട്ട് ദ ഡിസിഷൻ വാസ് വെരി ഗുഡ്. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റി. ഇപ്പം ഞാൻ ഇതേവരെ കാണാത്ത ടൈപ്പ് ഒരുപാട് സാധനങ്ങൾ, പിന്നെ എന്തോരം ക്യൂട്ട് ഐറ്റംസ് ആയിരിക്കണമെന്ന് അറിയുമ്പോൾ നമുക്ക് കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. അതുമാതിരി ചെറിയ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇനി നമുക്ക് MRPയുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര വില കുറവൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും അത്യാവശ്യം നമ്മൾ മിനീസോ വെച്ചൊന്നും കമ്പയർ ചെയ്യാനുള്ളതില്ല. മിനീസോ ഒക്കെ ഹൈ ലെവൽ ബ്രാൻഡ്സ് ആണ്. എന്നാലും നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടും എന്ന് കരുതി വളരെ അഫോർഡബിൾ ആണെന്ന് ആരും പ്രതീക്ഷിച്ച് പോകണ്ട. അത്യാവശ്യത്തിന് ഉള്ള റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നിയത് ഞാൻ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. പല വെറൈറ്റി ടൈപ്പ് ഓഫ് സാധനങ്ങൾ കാണാൻ പറ്റി. ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും കൂടി വേണമെങ്കിൽ വന്ന് വാങ്ങിപ്പോവാം. അതിനിടയിൽ നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഒന്ന് കണ്ടു നടക്കാം. അന്ന് മിനിസോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന കീ ചെയിൻ ഏകദേശം അതേ ജോണറിലൊക്കെ ഉള്ളൊരു സംഭവം തന്നെ ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ 500 രൂപയാണ് പ്രൈസെങ്കിൽ ഇവിടെ 100 രൂപയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നി. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ലെസ് ആണ്, പക്ഷെ സംഭവം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ ഹെയർ ആക്സസറീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഹെയർ ആക്സസറീസ് ആണ് ഉള്ളത്. പിന്നെ ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ബ്രാൻഡും ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. തൃശ്ശൂരിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇതുവരെ കാണാൻ പോലും ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒരു ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല അയ്യോ ഇത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാതെ ഇതേപോലെ നമുക്ക് മേടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കില്ലേ. അങ്ങനെ വിചാരിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാനിവിടെ കണ്ടായിരുന്നു. അത് വലിയ റേറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് അതൊക്കെ ഇരിക്കുന്നത്. ക്രാഫ്റ്റ് സപ്ലൈസ് ഇത്തിരി അഫോർഡബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് റേറ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ക്രാഫ്റ്റ് സപ്ലൈസ് മേടിക്കുന്നവർക്ക് എജ്യൂമാർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടുന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക. കാരണം വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. 1K ഗീവ് അവേ ഞാൻ അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അടുത്ത ഗീവ് അവേ എന്തായാലും നമുക്ക് പൊളിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ എജ്യൂമാർട്ടിൽ ഞങ്ങൾ കണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇതുവരെ എജ്യൂമാർട്ടിൽ പോവാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള എജ്യൂമാർട്ടിൽ എന്തെങ്കിലും ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. ഞാൻ അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കളക്ഷൻസ് ഒക്കെ നോക്കി നടക്കുന്നത്. സോ
നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഷോർട്ടിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.